ചോദിക്കും. ശരിയായ ഉത്തരം കിട്ടുന്നതുവരെ ഞാൻ ചോദിക്കും. കാരണം അത്രയ്ക്ക് വിഷമിച്ചു, സങ്കടപ്പെട്ടു ഞാൻ. അതെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? പറ പറ പ്രസാദേട്ടാ. പറ പ്രസാദേട്ടാ, എന്താ കാര്യം? എന്നോട് തുറന്നു പറ. പറയാം, എല്ലാം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് അഞ്ജലി അറിയാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു തന്നെ പറയാം. പക്ഷേ ഒരു കണ്ടീഷൻ. കണ്ടീഷനോ? അതെ, താനും എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയണം. ഒരു കടുകുമണി വലിപ്പത്തിൽ പോലും ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. തന്റെ കഥ മുഴുവനായും എന്നോട് പറയണം. എന്തൊക്കെയാ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? വേട്ടമൃഗത്തെ പോലെ തന്നെ പിന്തുടരുന്നത് ആരൊക്കെയാണ്? അന്ന് തന്നെ തട്ടിക്കൊണ്ട് ചെല്ലുന്നതും കാത്ത് അവിടെ ഇരുന്ന ബോസ് എന്ന് പറയുന്നവൻ ആരാ? ഇതെല്ലാം പറയണം. പറ്റുമോ? അതെ, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഈ ട്രിപ്പ് അങ്ങോട്ട് ദേശത്ത് നിന്ന് തന്നെ. എന്താ മറുപടി പറയാത്തത്? എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയണമെന്ന് വാശി പിടിച്ചായിരുന്നല്ലോ. അതറിയണമെങ്കിൽ ആദ്യം തന്റെ കഥ പറ. എനിക്കറിയണമെന്ന് ഞാൻ വാശി പിടിക്കട്ടെ? അല്പം മുമ്പ് താൻ പറഞ്ഞതുപോലെ കടുംപിടുത്തത്തിൽ നിൽക്കട്ടെ? എങ്കിൽ എല്ലാ കാര്യങ്ങളും താൻ തുറന്നു പറയൂ. ഇഷ്ടത്തിന്റെ ബഹുമാനത്തിന്റെ കണക്ക് താൻ പറഞ്ഞില്ലായിരുന്നോ? എത്രയൊക്കെ അടുപ്പം ബഹുമാനം ഉണ്ടെങ്കിലും സ്വന്തം മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യം തുറന്നു പറയാനുള്ള വിശ്വാസം എന്റെ അടുത്ത് തനിക്കില്ല, ശരിയല്ലേ? പ്രസാദേട്ടാ, ഞാൻ അങ്ങനെയല്ല. നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, മറ്റുള്ളവരുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് എതിരെ നിൽക്കുന്ന ആളെയും അല്പമൊന്ന് വിശ്വസിക്കാനുള്ള സന്മനസ് കാണിക്കണം. ഗുഡ് നൈറ്റ്. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് പ്രസാദേട്ടന് വിശ്വാസം തന്നെയാ. പക്ഷേ എന്റെ പേരിൽ ഓരോ അപകടവും പ്രസാദേട്ടന് സംഭവിക്കരുത്. അതാ ഞാനൊന്നും പറയാത്തത്. എടോ, എത്ര ദിവസമായി ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കുന്നു. ഇനി അത് നടത്തി തരാൻ കഴിയില്ലെങ്കിൽ തുറന്നു പറ, ഞാൻ വേറെ സോഴ്സ് അന്വേഷിക്കട്ടെ. അയ്യോ കഷ്ടം. എടോ, ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫിലിം സ്റ്റാറുകളും സീരിയൽ സ്റ്റാറുകളും മാത്രമല്ല ഉള്ളത്. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർ, ചിത്രകാരൻ. വെറുതെ നോക്കി വരയ്ക്കുന്നവനല്ല, നല്ല ഭാവനയും ക്രിയേറ്റിവിറ്റിയുമുള്ള ടാലന്റഡ് പേഴ്സൺ. മതി മതി മതി. നിന്നെ വിളിച്ചൊരു ചിത്രകാരനെ വേണമെന്ന് പറഞ്ഞ എന്നെയാ തല്ലേണ്ടത്. വേണ്ട വേണ്ട വേണ്ട, ഇനി താൻ ശ്രമിക്കണ്ട. ഇത്രയും നാളെ ശ്രമിച്ച് കഷ്ടപ്പെട്ടില്ലേ, ഇനി മതിയാക്കിക്കോ. കടൽ ഏതാ കടലാടി ഏതാന്നറിയാത്ത തന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച എന്നെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. വയ്ക്കടാ ഫോൺ. ബോറന്മാര്.
സാറേ ഇതൊരു സാറേ മോമല്ലാതിരിക്കണല്ലേ. ആ വലിയ തെറ്റാ ഞാൻ ചെയ്തത്. തനി പമ്പര വിഡിത്തം, അത്ര തന്നെ. ആ ചിത്രകാരന് ഒരു കാരണവശാലും നമ്മളെ പിണക്കരുതായിരുന്നു. അവന്റെ ആ അഹങ്കാരം കേട്ടപ്പോ അവന്റെ യാതൊരു സഹായവും മേലിൽ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പോയി. പക്ഷേ ഇപ്പൊ എത്ര പേരോട്, എത്ര ഏജൻസികളോട് ഞാൻ അന്വേഷിച്ചു എന്നറിയോ? നല്ലൊരു ചിത്രകാരനെ സംഘടിപ്പിച്ചു തരാൻ ആർക്കും ഒരു ഐഡിയയും ഇല്ല. അതിലും എത്രയോ ഭേദമായിരുന്നു അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതിനെ ആലോചിക്കണ്ട സാറേ. അന്നത്തെ ഉപദ്രവത്തില് അയാളെ കൈഞ്ഞരമ്പോൾ മുറിഞ്ഞുപോയി. വിരലുകൾ ചലിപ്പിക്കാനാവാത്ത അവസ്ഥയാ. ആണോ? ഓ കഷ്ടം. ആ പടങ്ങൾ വരച്ചു തന്നിട്ടായിരുന്നെങ്കിൽ അയാൾ മരിച്ചു പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കാനാണ് വന്നത്. സാറ് താണ്ട് ഇത് കണ്ടായിരുന്ന? നമ്മളെ ടൗണിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ചിത്രപ്രദർശനമാണ്. അവിടെ ചെന്നാല് കുറച്ച് ചിത്രകാരന്മാർ വരില്ലേ സാറേ? നമുക്ക് ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചോണ്ടാ പോരെ നമ്മൾ ആവശ്യത്തിന്. സംഗതി ശരിയാ. ലക്ഷണം കണ്ടിട്ട് ഏതോ ബുദ്ധിജീവി പരിപാടിയാണെന്നാ തോന്നുന്നത്. എനിക്കും തോന്നി. പക്ഷേ കാശിറക്കിയാൽ വളയാത്ത ഏത് ബുദ്ധിജീവിയാ ഇവിടെ ഉള്ളത്? കൂലി എഴുത്തുകാരുള്ള നാട്ടില് കൂലി വരപ്പുകാരും കാണും ധാരാളം. എന്തായാലും ആദ്യമായി തന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഇത്തവണ പെങ്കൊച്ചുങ്ങൾ കുടുങ്ങും മണിച്ച സൗഭാഗ്യം ദർശനയും. ഇനി ബോള് മേഘനാഥന്റെ കോർട്ടില്. ബോളൊക്കെ കിട്ടി. ഇനി മുമ്പത്തെ പോലെ സെൽഫ് ഗോൾ അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആരാ? കൈവിട്. ആരാ ഞാനെന്ന് പറഞ്ഞാ കൈവിടാം. വിളയല്ലേ, കൈവിടാൻ. ആരാന്ന് പറയുന്നേ? അയ്യോ, ആരാന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. പറഞ്ഞാലേ ഞാൻ വീണു. ഇത് പിടികിട്ടി. എങ്കി പറ ആരാ? ദുൽഖർ സൽമാൻ അല്ലേ? അയ്യോ, ഇത് ഹരിയേട്ടനായിരുന്നോ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഓ, നിനക്ക് ദുൽഖർ സൽമാനൊക്കെ അല്ലേ പറ്റുള്ളൂ. ഞാനൊക്കെ ചീള് കേസ്. പിന്നല്ലാതെ ഈ ഹരി കരി എന്നൊക്കെ പറയുന്നതില് എന്താ ത്രില്ല്? ദുൽഖർ സൽമാൻ പേര് തന്നെ എന്തൊരു ഗംഭീരാ നോക്ക്. ശരി ശരി, എക്സിബിഷന് ചിത്രരചനാ മത്സരമാണ്. ഞാൻ കൂടി കൂട്ടുവരണമെന്നല്ലേ പറഞ്ഞത്. മനസ്സില്ല എനിക്ക് കൂടെ വരാൻ. നീ നിന്റെ ദുൽഖറിനെ വിളിച്ചോണ്ട് പോയാ മതി. അയ്യോ, ചതിക്കില്ലേ ഹരിയേട്ടാ? ഞാൻ വെറുതെ ഒരു തമാശക്ക്. ചതിക്കും. അല്ലെങ്കിൽ നീ എനിക്കൊരു കോഫി തരണം. കോഫിയോ? വേണമെങ്കിൽ അടുക്കളയിൽ പോയി ചോദിച്ചാ പോരെ? പുഷ്പൻ ചേട്ടൻ ഇട്ട് വരുമല്ലോ. ആ കോഫി ആർക്ക് വേണം? എനിക്ക് വേണ്ടത് ആര്യക്കുട്ടിയുടെ സ്വന്തം കോഫിയാ. എന്തൊക്കെയായി പറയുന്നേ? എന്റെ സ്വന്തം കോഫിയോ? പുവർ ഗേൾ. ഈ കോഫി എന്ന് പറയുന്നത് ലവേഴ്സ് തമ്മിൽ ഉപയോഗിക്കുന്ന ഒരു കോഡ് ഭാഷയാണ്, മനസ്സിലായോ? കോടോ? നമുക്ക് ചുറ്റും എപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടെന്ന് വെച്ചോ. അപ്പോ എനിക്ക് നിന്നോടൊരു ഉമ്മ ചോദിക്കണമെന്ന് തോന്നി. അപ്പോ എന്ത് ചെയ്യും ഞാൻ? എന്ത് ചെയ്യും? ഞാൻ പറയും, ആര്യയെ എനിക്കൊരു കോഫി വേണമെന്ന്. ആ കോഫി എന്ന് പറഞ്ഞാ ഉമ്മയെന്നാ അർത്ഥം. ഓഹോ, അപ്പോ ആ കോഫിയാണോ ഇപ്പൊ ചോദിച്ചേ? അതെ. കിട്ടിയത് തന്നെ. പ്ലീസ് 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 പ്ലീസ്, ഒരു കോഫി, ഒരൊറ്റ ചൂട് കോഫി, ഒരെണ്ണം മതി പ്ലീസ്. ദേ ഹരിയേട്ടാ, ദേ വിളയല്ലേ, എനിക്കത് ഇഷ്ടമല്ലേ. പ്ലീസ് ഒരു കോഫി താന്നേ, ഒരെണ്ണം മതി പ്ലീസ് താ. ഹരി, എന്തോന്ന് ഹരി ഇത്? ഇവിടെ ഭയങ്കര ബഹളമാണല്ലോ. അത് ഞാനൊരു കോഫി വെച്ചാ സീതമ്മേ. എന്റെ പൊന്നാരിയെ, ഈ ചെറുക്കനെ ഇട്ടിങ്ങനെ വെകളി പിടിപ്പിക്കാതെ നിനക്കൊരു കോഫി എടുത്തു കൊടുത്തൂടെ അവന്? അങ്ങനെ ചോദിക്കുക സീതമ്മേ. ചോദിക്കുമ്പോ നമുക്ക് ഭയങ്കര ജാള. വെറും ഒരു കോഫിയില്ലേ ഞാൻ ചോദിച്ചോളൂ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ എനിക്ക് കൈ ഒഴിവില്ല. കുറച്ച് കഴിഞ്ഞാണെങ്കിൽ
ഞാൻ നിനക്കൊരു കോഫി തരാം, എന്തു പറയുന്നു? എനിക്ക് വേണം ഒരു കോഫി, നല്ല സ്ട്രോങ് ആയിട്ട്. ഒരാൾക്ക് കോഫി കൊടുക്കാന്ന് വെച്ചപ്പോ എല്ലാവർക്കും വേണമെന്നായോ ഇപ്പൊ? ദേ, ഞാൻ ഹരിക്ക് മാത്രമേ കോഫി കൊടുക്കൂ. പുഷ്പൻ ചേട്ടൻ സ്വന്തം കാര്യം സ്വയം നോക്കിയാ മതി. ദേ ചെന്ന് മേടിച്ചോ സീതമ്മയുടെ കോഫി. അയ്യോ സീതമ്മേ, കോഫി ക്യാൻസൽ. എനിക്ക് മതി കോഫി കുടിച്ചത്. ഈ ചെറുക്കന് ഇതെന്താ പറ്റിയേ? കോഫി വേണോന്ന് ആദ്യം വാശി പിടിക്കുന്നു, പിന്നെ അത് ക്യാൻസൽ ചെയ്ത് ഓടുന്നു. ഇപ്പോഴത്തെ ഓരോ പിള്ളേരുടെ കാര്യം. ഹലോ, ഗുഡ് മോർണിംഗ്. ആ, ദത്തൻ സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മിസ് പ്രസാദ്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതല്ലേ നിങ്ങൾ? എന്നിട്ട് ഒരു കോൾ പോലും തിരിച്ചു വിളിച്ചില്ലല്ലോ. മനഃപൂർവ്വം അല്ല സാർ, പൂർണിമയുടെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ തന്നെ ചെയ്യുകയായിരുന്നു. അതിന്റെ ചില ഓട്ടങ്ങൾ. വെരി ഗുഡ്. പക്ഷെ ഇനി അധികം സമയമില്ല എന്ന് നിങ്ങൾ മറക്കരുത്. പൂർണിമയുടെ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട് കാണൽ ചടങ്ങിനായി കുറച്ച് ആളുകൾ വരുന്നുണ്ട്. വരന്റെ അച്ഛനും അമ്മയും വളരെ അടുത്ത 1-2 ബന്ധുക്കളും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങൾ അതിനു മുമ്പേ പൂർത്തിയാക്കേണ്ടതായിരുന്നു. നിങ്ങളാണ് വീഴ്ച വരുത്തിയത്. അത് ക്ഷമിച്ചേക്ക് സാർ, ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വന്നോളാം. ഗുഡ്. അല്ല, അഞ്ജലി കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? അയ്യോ, അഞ്ജലി ഇല്ലാതെ ഇങ്ങോട്ട് വന്നേക്കരുത്. എന്റെ വൈഫോ പൂർണിമയോ ഒട്ടും കംഫർട്ട് ആവില്ല. അറിയാം സാർ. എന്നാൽ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. പൂർണിമയുടെ മാത്രം താല്പര്യം പരിഗണിച്ചാണ് ഞങ്ങൾ ഈ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ബന്ധുക്കളിൽ പലർക്കും ഈ ബന്ധത്തിൽ അനിഷ്ടങ്ങളും മുറുമുറുപ്പുകളുമുണ്ട്. പ്രണയവിവാഹത്തിൽ സാധാരണയുള്ള എല്ലാ തർക്കങ്ങളും കുഴപ്പങ്ങളും ഈ കല്യാണത്തിനുമുണ്ടെന്ന് സാരം. അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് ഈ ചടങ്ങുകളെല്ലാം അത്യന്തം മനോഹരമാക്കിക്കൊണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും സാർ, നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം. താങ്ക്സ്. കല്യാണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറുക്കന്റെ അച്ഛനും അമ്മയും വരുമ്പോ എല്ലാം അന്വേഷിക്കും. നമ്മുടെ തയ്യാറെടുപ്പുകൾ കണ്ട് മാത്രമേ അവർ നമുക്കൊരു വില തരൂ. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അഞ്ജലിയെ മസ്റ്റായും കൊണ്ടുവരണമെന്ന്. ആ കുട്ടിക്ക് കൃത്യമായി എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അഞ്ജലിയെ കൊണ്ടുവരാം സാർ, ഷുവറായിട്ടും കൊണ്ടുവരാം. ഡോണ്ട് വറി. വെരി ഗുഡ്. എന്നാ ഓക്കെ, ഫോൺ വെക്കുക, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ സാർ. ഇന്നലെ അത്രയും വഴക്ക് പറഞ്ഞിട്ട് ഇനി എങ്ങനെ അഞ്ജലി വിളിക്കും? ഈ ഇവന്റ് നഷ്ടപ്പെട്ട ഇത്രയും കാലം ഉണ്ടാക്കിയ സൽപ്പേര് കൂടി പോവുകയും ചെയ്യും. എന്റെ ഈശ്വര, 8:30യോ? ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരത്തെ ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞതാണല്ലോ. എന്റെ ഒരു ഒടുക്കത്തെ ഉറക്കം. ഇയാൾക്ക് എന്താ
എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? യെസ്, നോക്കിക്കളയാം. എങ്ങനെ അടുപ്പം കാണിച്ച് ഇയാളൊന്ന് വിളിക്കുക? നല്ലതൊന്നും ആവില്ല ഇയാളുടെ വായിന്ന് വീഴുന്നത് ഉറപ്പാ. എന്തായാലും കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. ഇയാൾ എന്ത് പറഞ്ഞാലും എന്ത് തോന്നിവാസം കാണിച്ചാലും ചിരിച്ചങ്ങ് അനുസരിക്കണം, അത്ര തന്നെ. മുരളീട്ടാ, 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 മുരളീട്ടനെന്ന് എഴുന്നേറ്റേ. മുരളീട്ടാ, എന്തൊരു ഉറക്കം ഇത്, ഒന്ന് എഴുന്നേറ്റേ. മുരളീട്ട എഴുന്നേക്ക്. ആഹാ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. മുരളീട്ടാ എഴുന്നേക്ക്. ഉറക്കത്തിൽ നിന്നെ വിളിച്ചുണർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. മുരളീട്ടാ, പ്രസാദേ, ദാ ഫയല് മറക്കണ്ട. അഞ്ജലി ഓർത്ത് തന്നു വിട്ടതാ. ഇന്നെന്തായാലും കൂടെ ഞാനില്ല കേട്ടോ. വെറുതെ അറിയാത്ത കാര്യത്തിന് പോയി ഓരോരോ വീട്ടുകാരുടെ വായിരിക്കുന്നത് കേൾക്കേണ്ട കാര്യം എന്താ ഈ പുഷ്പന്? നമുക്ക് നമ്മുടെ ഈ മുറ്റം തന്നെ ധാരാളം. ഇതാ പിടിച്ചോ. ആ പുഷ്പൻ ചേട്ടാ, അത് എനിക്കൊരു സഹായം ചെയ്യണമല്ലോ. സഹായോ? ദത്തൻ സാർ വിളിച്ചിരുന്നു. എന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. കൂടെ അഞ്ജലിയും വേണമെന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കുക. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് ഇക്കാര്യം പുഷ്പൻ ചേട്ടൻ അഞ്ജലിയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അത്രേ ഉള്ളോ? ഇപ്പൊ വിളിക്കാം. ആഹാ, ദേ അഞ്ജലി നിൽക്കുന്നുണ്ടല്ലോ. ആ മോളെ, ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രസാദിന് നിന്നോടെന്താ പറയാനുണ്ടെന്ന്. ആ, ഇനി എന്താ ഇത്ര കൺഫ്യൂഷൻ? കാര്യം അവളോട് നേരിട്ട് പറഞ്ഞേക്ക്. എന്താ പറയാനുള്ളത്? ഏയ് ഒന്നുമില്ല. അത് പിന്നെ ദത്തൻ സാറില്ലേ, ഉമാ ദത്തൻ സാറ്, പുള്ളി വിളിച്ചിരുന്നു. ഞാനങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. കൂടെ താനും വേണമെന്നാ പറഞ്ഞിരിക്കുന്നേ. ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ഫൈനൽ ഡിസിഷൻ ഇന്നെടുക്കണമെന്നാ. അതിന് താൻ കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ. ആഹാ, അത് നല്ല കാര്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ അഞ്ജലി കൂടി പ്രസാദിന്റെ കൂടെ ദത്തൻ സാറിന്റെ വീട്ടിലേക്ക് നല്ല കാര്യങ്ങൾ നടക്കും, അല്ല പ്രസാദ്? അതെ. വേണ്ട, ഞാൻ തന്നെ ചോദിക്കണം. ഇത് പിടിക്കും. എന്നെ നോക്കിയിട്ടെന്തിനാ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. വരുന്നില്ലെന്ന് അഞ്ജലി തീരുമാനിച്ചാൽ അതിന് കാരണം നീ തന്നെയാ, നിന്റെ സ്വന്തം നാവ്. മുരളേട്ടാ, മുരളേട്ട എഴുന്നേക്ക്. ഇത് സ്വപ്നമൊന്നും അല്ല. എഴുന്നേക്ക് മുരളേട്ടാ, ഞാനിവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്.
സ്വപ്നമല്ലേ? അപ്പോ സത്യത്തിൽ നീ എന്നെ മുരളിയേട്ടാന്ന് വിളിച്ചതാണോ? അതെന്നെ, ഒരു ഭാര്യയുടെ കടമയല്ലേ ഭർത്താവിനെ വിളിച്ചുണർത്തേണ്ടത്. പിന്നെ ചായ എടുത്തില്ലെന്നേ ഉള്ളൂ. അയ്യോ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ലല്ലോ. ദേ, നീ ഈ കയ്യിൽ നിന്ന് നുള്ളിയേ, ഞാനൊന്ന് നോക്കട്ടെ. ആ, അയ്യോ, അത്രയ്ക്ക് നഖ വറക്കണമായിരുന്നോടി രാക്ഷസി. മുരളിയേട്ടനൊന്ന് എഴുന്നേക്ക്. എന്താ എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ, പറഞ്ഞോ നീ. അതെ, സമയം ലേറ്റ് ആയി പോയി. ബസ് കയറി ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താൻ എന്തായാലും താമസിക്കും. താമസിച്ച സാറ് വഴക്ക് പറയും. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നതാ. മുരളിയേട്ടൻ അവിടെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. എവിടെ? ഇൻസ്റ്റിറ്റ്യൂട്ടില്. കഴിഞ്ഞ പ്രാവശ്യം റൂൾ അനുസരിച്ച് ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതിയല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ടിൽ ഞാൻ വന്നിട്ട് വണ്ടി കയറാതെ വാശി കാണിച്ചോളല്ലേ നീ? പ്ലീസ് മുരളിയേട്ടാ, ടെസ്റ്റാ വരുന്നത്. എക്സാം എടുക്കാറായി. ക്ലാസ്സുകള് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാ സാറ് പറഞ്ഞ്. മിസ് ചെയ്യാൻ പാടില്ല. വേറെ ഒരു വഴിയില്ലാഞ്ഞിട്ടല്ലേ ചോദിക്കുന്നേ. പ്ലീസ് മുരളിയേട്ടാ, ഒന്ന് കൊണ്ടുപോയി വിടുവോ? മുരളിയേട്ടന് 100 കോടി പുണ്യം കിട്ടും.